വന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ കുറേ ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഉള്ള കുറേ സിനിമകളുടെ ഷൂട്ടിംഗ് നടപ്പുണ്ട്, പാട്ടുകളുടെ റെക്കോർഡിങ് ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണിത്. നമുക്കിതെല്ലാം ഒന്ന് ചുറ്റിക്കാണാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനകത്ത് ഇവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടി കയറിയതായിരിക്കുന്നു. അല്ല കേട്ടോ, ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടി കയറിയതാണ്. ഇത് ഒടിയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം പെട്ടെന്ന് മനസ്സിലാവും. കാരണം ലാലേട്ടൻ ഇവിടാണ് കടന്നിട്ടാണ് ഇവിടുന്ന് ചാടി ഇറങ്ങുന്ന സീനൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ ഒടിയനകത്തുള്ള കുറേ ഫൈറ്റ് സീനുകളെല്ലാം ഈ സ്ഥലത്തു നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിന് മണ്ടയ്ക്ക് കയറിയത്. ഇനിയും കുറേ ഐതിഹ്യങ്ങളുണ്ട്. നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് നമുക്കതിനെ വിശദമായിട്ട് സംസാരിക്കാം. കുറേ കണ്ടല്ലോ, കുറേ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അത് ഓരോരുത്തരും ഓരോ ആഗ്രഹത്തിന് വേണ്ടി, ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്തതാണ്. ചിലർക്ക് വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിന് വേണ്ടി, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടി, പിന്നെ കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ ഓരോരുത്തരും ഓരോരോ വഴിപാടുകൾ ചെയ്യുന്നതാണ്. മണി കെട്ടിയിട്ടിരിക്കുന്നു, ചെണ്ട കെട്ടിയിട്ടിരിക്കുന്നു, വീടില്ലാത്തവർക്ക് വീടിന് വേണ്ടി വീടിൻ്റെ ഒരു ഇത് കെട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ പല പല വഴിപാടുകളാണ് ഇവിടുത്തെ കാണുന്ന അത് കെട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ ഉള്ള വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചതിന് ശേഷമുള്ള വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമനുസരിച്ച് കോഴിയോ അല്ലെങ്കിൽ ആടോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ബലിതർപ്പണം നടത്താം. അത് നടത്തിയതിന് ശേഷം നമ്മളത് നടത്താനുള്ള സ്ഥലം വേറെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പാചകം ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് പ്രത്യേകം അടുപ്പുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്ത നേർച്ചകളെല്ലാം നമ്മൾ ആ അടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോലും ഈ നോയമ്പ് വീടാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിച്ച് നമ്മുടെ നോയമ്പ് വീടണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചടങ്ങ്. നമ്മുടെ കാര്യസാധ്യത്തിന് ശേഷം ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മം അതാണ്. അപ്പം എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇവിടെ വരിക, വഴിപാട് നടത്തുക.